എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അമിത്ഷാ ജോൺ ബിട്ടാസിനെ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് നടന്നൊരു ചർച്ചയിലാണ് അമിത്ഷായുടെ സംഹാര താണ്ഡവം. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാലാകാലങ്ങളായി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP EVM മെഷീനിൽ ക്രമക്കേട് നടത്തിയാണ് ഓരോ തെരഞ്ഞെടുപ്പും വിജയിക്കുന്നത് എന്നാണ് പറയുന്നത് അവർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് 400-ലധികം സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചു വരുമെന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJPക്ക് 230 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതായത് 2014-ലും 2019-ലും BJPക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ 2024 400-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ BJPക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. അപ്പോൾ BJPക്ക് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയുടെ സഹായത്തിലാണ് ഇപ്പോൾ BJP ഭരിക്കുന്നത്. അത് BJPക്ക് ഇപ്പോഴും ഒരു ഗ്യാരണ്ടിയില്ല. ഈ ഭരണം 5 വർഷം തികക്കാൻ പറ്റുമെന്ന് പോലും അവർക്ക് ഗ്യാരണ്ടിയില്ല. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 2024 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അറ്റ്ലീസ്റ്റ് ഒരു 300 സീറ്റെങ്കിലും EVMൽ ക്രമക്കേട് നടത്തിയിട്ട് എടുത്തൂടെ? ഇത്രയ്ക്ക് മണ്ടന്മാരോട് ജനങ്ങളെ ശരിക്കും നിങ്ങൾ വിഡ്ഢിയാക്കിയല്ലേ? അതായത് ജനങ്ങൾ തന്ന മാൻഡേറ്റിന് നിങ്ങൾ പുച്ഛിക്കുകയില്ലേ? ജനങ്ങളുടെ മുഖത്ത് നിങ്ങൾ കാർപ്പിച്ച് തുപ്പുകയില്ലേ? ഇത് ശരിക്കും രാജ്യത്ത് അമിത്ഷായുടെ പ്രസംഗത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരക്ഷരം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കഴിഞ്ഞ ദിവസം ഒമർ അബ്ദുള്ള കണ്ടില്ലേ? ഒമർ അബ്ദുള്ള പറഞ്ഞു തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ EVM നല്ലതും തോൽക്കുമ്പോൾ EVMനെ കുറ്റം പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് നല്ലതല്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഒമർ അബ്ദുള്ള പറഞ്ഞത്. അത് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞെന്താണെന്ന് അറിയാം. രാഹുൽ ഗാന്ധിക്ക് EVMൽ വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകരുത് എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്. അതായത് ഒമർ അബ്ദുള്ളയെ കുറിച്ച് പറയുകയാണെങ്കിൽ BJP അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരാളാണ് ഈ ഒമർ അബ്ദുള്ള. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് ഇതേ ജനങ്ങളാണ്, ഇതേ EVMലൂടെ തന്നെയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി താഴെ ഇറക്കിയതും ഇതേ ജനങ്ങളാണ്, ഇതേ EVMാണ്. അപ്പോൾ ഞാനൊരിക്കലും EVMനെ കുറ്റം പറഞ്ഞിട്ടില്ല. അത് ജനങ്ങൾ തന്ന മാൻഡേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോലും അത്തരത്തിലൊരു നിലപാടാണ്. അത് BJPയെ നഖശികാന്തം എതിർക്കുന്നൊരു വ്യക്തിയാണ് ഈ ഒമർ അബ്ദുള്ള. ഒമർ അബ്ദുള്ളക്ക് പോലും ആ ഒരു അഭിപ്രായമില്ല. പിന്നെ അതുമാത്രമല്ല EVMൻ്റെ പേരിൽ ഇവിടെ ലോകസഭയൊക്കെ സ്തംഭിപ്പിക്കുന്നതിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അനുകൂലിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ EVMനെതിരെ പറയുന്നത്. മമതാ ബാനർജി പറയുന്നില്ല, SP പറയുന്നില്ല, DMK പറയുന്നില്ല. ഇവരൊന്നും പറയില്ല. ഇവരൊന്നും EVMനെ കുറിച്ച് കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്തരം സംസ്ഥാനത്തിൽ ഇവരൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നത് EVM ഉപയോഗിച്ചാണ്. അപ്പോൾ അവർ EVMനെ കുറ്റം പറയാൻ പറ്റുമോ? DMKക്ക് പറയാൻ പറ്റുമോ EVMൽ ക്രമക്കേട് നടത്തിയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്? പറയാൻ പറ്റില്ല. അതായത് ഇത്തരം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇവർ ഭരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ BJPക്ക് EVMൽ ക്രമക്കേട് നടത്തി അധികാരത്തിൽ വന്നുകൂടെ? എന്തുകൊണ്ട് വന്നില്ല? ശരിക്കും അങ്ങനെയല്ല. EVMനെ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ പറയുന്നുണ്ട് EVM ഹാക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുന്നേ സുപ്രീം കോടതി തന്നെ ആൾക്കാർ ഓപ്പൺലി ചലഞ്ച് ചെയ്തതാണ്. അതായത് നിങ്ങൾക്ക് സുപ്രീം കോടതിനെ എല്ലാ സെറ്റപ്പും ചെയ്തു തരും. നിങ്ങൾ ഏത് ടെക്നിക്കൽ നോളജുള്ളവരായിക്കോട്ടെ, ആരുമായിട്ട് വരാം, നിങ്ങൾക്കിത് ഹാക്ക് ചെയ്ത് കാണിക്കാം, പ്രൂവ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ബാൻ ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഒരാളും പോയില്ല, ഒരാളും അവിടെ ചെന്നില്ല. അന്ന് ആം ആദ്മി പാർട്ടിയായിരുന്നു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷേ ആം ആദ്മി പാർട്ടീൻ്റെ ഒരാളും അവിടെ ചെന്നില്ല. സുപ്രീം കോടതി നിശ്ചയിച്ച ദിവസം കൊടുത്ത സമയത്തിനുള്ളിൽ ഒരാളും അവിടെ ചെന്നില്ല. അതായത് ശരിക്കും ഇതിൽ നിന്ന് വ്യക്തമാകുന്ന എന്താണെന്നറിയോ? രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിനെയും പ്രതിപക്ഷ പാർട്ടികളെയും വേണ്ട. ശരിക്കും തിരസ്കരിച്ചു. അവരുടെ ഇരട്ടത്താപ്പ് നയം ജനങ്ങൾക്ക് മനസ്സിലായി. അവരുടെ രാജ്യവിരുദ്ധത ശരിക്കും മനസ്സിലായി. അതായത് രാജ്യം പുരോഗതിയിലോട്ട് നയിക്കുമ്പോൾ രാജ്യത്തെ അതിനെ ഇടിച്ചു കാണിക്കാനും വിദേശ രാജ്യങ്ങളിൽ പോയി ഇടിച്ചു കാണിക്കാനും രാജ്യത്തെ പ്രധാനമന്ത്രിയെ നാണം കെടുത്താനും അങ്ങനെയൊക്കെ പ്രവർത്തികൾ ചെയ്യുന്ന രാഹുലിനെ ശരിക്കും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇവർ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഒരു വാലിഡിറ്റി ഇല്ല, ഒരു സത്യസന്ധത വേണ്ടേ? എന്തെങ്കിലും വിളിച്ചു പറയുന്നതിലൊരു സത്യസന്ധത വേണ്ടേ? വെറുതെയുള്ള ജനങ്ങൾ തിരസ്കരിക്കുന്നത്. അത് ഹരിയാനയിൽ കണ്ടില്ലേ? ഹരിയാനയിൽ അവിടെ അവർ വിജയിക്കുമെന്ന് പറഞ്ഞ് 2 ദിവസം മുന്നേ മന്ത്രിസഭ ചർച്ച പോലും നടന്നു. അവിടെ ആര് മുഖ്യമന്ത്രി അവിടെ നിന്നൊക്കെ ചർച്ച വരെ നടന്നു. ശരിക്കും കോൺഗ്രസ് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. EVM വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആ ഒറ്റപ്പെട്ട കോൺഗ്രസിൻ്റെ കൂടി ഈ ജോൺ ബിട്ടാസും നാണംകെടേണ്ട അവസ്ഥ വന്നു. ശരിക്കും അമിത്ഷായുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, ലോക്സഭ സെൻസർ TV ഉണ്ട്, അതൊന്നും എടുത്ത് കണ്ടു നോക്ക്. മേരെ കമ്മ്യൂണിസ്റ്റ് ബായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും നാണം കിട്ടും. ശരിക്കും അങ്ങനെയാണെങ്കിൽ 2021 പിണറായി വിജയൻ അധികാരത്തിൽ എങ്ങനെയാണ്? അപ്പോൾ അന്ന് ഉപയോഗിച്ച EVM നല്ലതായിരുന്നു. ഇപ്പോൾ BJPക്ക് ഇവിടെ ഇതുവരെയായിട്ട് ആകെ കിട്ടിയത് ഒരു MLA ആണ്. അങ്ങനെയാണ് BJPക്ക് കഴിഞ്ഞ 2024 ലോക്സഭ ഇലക്ഷനിൽ 1-2 MP കൂടി ജയിപ്പിച്ചെടുക്കാമായിരുന്നില്ല EVMൽ ക്രമക്കേട് നടത്തിയിട്ട്. അതുപോലെ ബംഗാളിൽ നടന്ന ഇലക്ഷനിൽ അവിടെ BJP അധികാരത്തിൽ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു 2021 നടന്ന ഇലക്ഷനിൽ. പക്ഷേ 70 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു, അധികാരം കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെയും BJPക്ക് EVMൽ ക്രമക്കേട് നടത്തി അധികാരത്തിൽ വന്നൂടെ?
EVMനെ വെല്ലുവിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ജനങ്ങളെ വെല്ലുവിളിക്കുന്നത്, അത് ജനങ്ങൾ തന്ന മാൻഡേറ്റിനെ വെല്ലുവിളിക്കുക എന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അവരുടെയൊക്കെ കൂടെ കൂടി ശരിക്കും ഈ ജോൺ ബ്രിട്ടാസൊക്കെ ആകെ നാണം കെട്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു നാണക്കേട് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് SP യും TMCയും DMK ഒന്നും ഈ വിഷയത്തിൽ, അതായത് അദാനി വിഷയത്തിലും EVM വിഷയത്തിലും ഇനി ലോക്സഭ സ്തംഭിപ്പിക്കാൻ ഞങ്ങളില്ല എന്ന് പരസ്യമായി പറഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അവർക്ക് മനസ്സിലായി അവരും ഓരോ സ്റ്റേറ്റ് ഭരിക്കുന്നതാണ്. അത് ഓരോ സംസ്ഥാനത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ? ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലല്ലേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ഇവിടെ കോർപ്പറേറ്റുകൾ വേണം, അല്ലാണ്ട് വഴി പോകുന്നവന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഇപ്പം എന്താ പറയണ്ടത്. കഴിഞ്ഞ തെലങ്കാനയിൽ കണ്ടില്ലേ, രേവന്ത് റെഡ്ഡിയുമായിട്ട് അവിടെ രാഹുൽ ഗാന്ധിക്ക് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഈ അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വേണ്ടാന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി രേവന്ത് റെഡ്ഡിക്ക് നിർദ്ദേശം നൽകി. എന്തിൻ്റെ ആവശ്യമാണ്? ഒരു സംസ്ഥാനത്ത് ഒരു കോർപ്പറേറ്റ് മണി വന്നാലല്ലേ, കോർപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്താലല്ലേ അവിടെ വികസനം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് എത്ര ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കും? ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് എത്ര പേർക്ക് ജോലി ലഭിക്കും? അപ്പോൾ ഇതൊന്നും ഇവർക്ക് മനസ്സിലാക്കുന്നില്ല. BJP ഗവൺമെൻറ്റിനെ താഴെയിറക്കാൻ അവരുടെ മുന്നിലുള്ള ഏക വഴി ഇപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ താറടിക്കുക, രാജ്യം സാമ്പത്തികമായി തകരണം, രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകണം, രാജ്യത്ത് അസ്ഥിരാവസ്ഥ ഉണ്ടാകണം, ബംഗ്ലാദേശിൽ നടക്കുന്ന പോലത്തെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇവരെ താഴെയിറക്കാൻ പറ്റുന്നില്ല ഒരു സെറ്റപ്പിലാണ് അവർ നടക്കുന്നത്. അതല്ല രാജ്യത്തെ ഒരു പ്രൊഡക്റ്റീവായ ഒരു ക്രിയേറ്റീവായ ഒരു പ്രതിപക്ഷം, ഒരു ഓപ്പോസിഷൻ ആവാൻ അവർക്ക് പറ്റുന്നില്ല. അത് ക്രിയേറ്റീവായിട്ട് ക്രിറ്റിസിസം വരുന്നില്ല. എല്ലാം നെഗറ്റീവ് ക്രിറ്റിസിസം മാത്രമാണ് ഇവർ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഒരു പ്രൊഡക്റ്റീവായ ഡിസ്കഷൻ പോലും ഇവിടെ രാജ്യസഭയിലും ലോകസഭയിലും നടക്കുന്നില്ല. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളാണ് അവിടെ ഉന്നയിക്കുന്നത്. നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു ബില്ലിലും ഒരു പ്രൊഡക്റ്റീവ് ഡിസ്കഷൻ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവരുടെ ആവശ്യം ഇന്ത്യ സാമ്പത്തികമായി തകരണം, അതായത് ഇവിടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഇവർക്ക് അധികാരത്തിൽ വരാൻ പറ്റൂ എന്നുള്ള സെറ്റപ്പിലാണ് ഇവർ നടക്കുന്നത്. ശരിക്കും നോക്കിക്കോ, ഇനി 2024 കേരളം, അസം, തമിഴ്നാട്, പുതുച്ചേരി ഇത്തരം 4 സംസ്ഥാനങ്ങളിൽ ബംഗാൾ 4 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കണം, ഇവിടെയൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ആരൊക്കെ ഭരിക്കും നമുക്ക് നോക്കാം. എന്നിട്ടും പറയൂ ഇവർ EVMനെ കുറ്റം. അന്ന് ഓപ്പൺലി സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോൾ വന്നിട്ട് വേണമെങ്കിലും ഇത് ചലഞ്ച് ചെയ്യാം, ഒന്ന് ഹാക്ക് ചെയ്ത് കാണിക്കുക, അറ്റ്ലീസ്റ്റ് ഒന്ന് ഹാക്ക് ചെയ്ത് കാണിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മളിത് ബാൻ ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. നമുക്ക് നോക്കാം, ഈ 2026 കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇതേ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ EVMനെ കുറ്റം പറയുന്ന കോൺഗ്രസ് 2026 കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായം അറിയാൻ ഞാൻ ഭയങ്കരമായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതായത് ഇൻ കേസ് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് EVM ടാമ്പർ ചെയ്തിട്ടാണോ, EVM ഹാക്ക് ചെയ്തിട്ടാണോ എന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. എന്തിനാലും പ്രതിപക്ഷ പാർട്ടികളുടെ ഈ ഒരു നിലപാട് ഇനിയും ജനങ്ങളുടെ മുന്നിൽ എന്തിനാണ് ഇങ്ങനെ നാണം കെടുന്നത്? ജനങ്ങൾക്കൊക്കെ മനസ്സിലായി ഇത് എല്ലാവരും ജനങ്ങൾ സാധാരണക്കാർ വരും ട്രോൾ ചെയ്യാൻ തുടങ്ങി. അതായത് ജയിക്കുമ്പോൾ നല്ല EVM തോൽക്കുമ്പോൾ മോശം EVM എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ശരിക്കും അത് അവർ നിർത്തേണ്ട കാലം കഴിഞ്ഞു. ഇനി അത് ശരിക്കും മറ്റ് DMK TMCക്കൊക്കെ അവർക്ക് മനസ്സിലായി കേട്ടോ. അതൊക്കെ കൊണ്ടാണ് അവന്മാർ ഇതിൽ നിന്ന് നൈസായിട്ട് പിന്മാറി. അതായത് ഈ വിഷയത്തിൽ ഇനി കോൺഗ്രസിൻ്റെ കൂടെ ഇല്ല എന്നില്ലേ. കോൺഗ്രസിന് വേണ്ടിയിട്ട് രാജ്യത്തെ മറ്റു പാർട്ടികൾ എന്തിനും ജനങ്ങളുടെ മുമ്പ് നാണം കെടുന്നു? അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലേ? അപ്പോൾ അവരൊന്നും ഇതിന് കൂട്ടു നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ അമിത്ഷാ കൊടുത്ത മറുപടിയില്ല, ശരിക്കും ജോൺ ബ്രിട്ടാസിനെ ശരിക്കും ഇരുത്തിക്കാം. ജോൺ ബ്രിട്ടാസും നാണം കെട്ടുപോയി, അവരുടെ കൂടിയിട്ട് ജോൺ ബ്രിട്ടാസും നാണം കെട്ടുപോയി. അത് അയാൾ വലിച്ച് എന്താ പറയുക, ആകാശത്ത് വന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാന്നില്ലേ. ശരിക്കും ഇതിൽ നിന്നൊക്കെ ഈ കേരളത്തിലെ ഈ CPM EVM അദാനി വിഷയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഈ വിഴിഞ്ഞം എയർപോർട്ട് അദാനിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അദ്ദേഹത്തിനോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചിട്ടാണ് അദ്ദേഹം ലാസ്റ്റ് എടുത്തത്. ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യണം വിഴിഞ്ഞം എയർപോർട്ട് അദ്ദേഹം ഏറ്റെടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, പക്ഷേ ഇങ്ങനെ ജനങ്ങളുടെ മുൻപിൽ വിഡ്ഢിയാകുക. ശരിക്കും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ജനങ്ങളുടെ വിരൽത്തുമ്പിൽ എല്ലാ ഡീറ്റെയിൽസും എല്ലാ രേഖകളും അവർക്ക് കിട്ടുന്നുണ്ട്, എല്ലാ ഇൻഫർമേഷനും അവരെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. പിന്നെ എന്താണ് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢിയാക്കുന്നത്? അപ്പോൾ ഇത്രമാത്രമേ പറയാനുള്ളൂ. അതായത് ഇനിയും ഇത് EVM വിഷയത്തിൽ കോൺഗ്രസിൻ്റെ കൂടി ഈ കേരളത്തിലെ CPM ജോൺ ബ്രിട്ടാസൊക്കെ നാണം കെടാൻ നിൽക്കേണ്ട. രാജ്യത്തെ ജനങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയാം. അവർ വോട്ട് ചെയ്തിട്ടാണ് ഓരോ പാർട്ടികളെ അധികാരത്തിലേറ്റുന്നതും അധികാരത്തിൽ താഴെ ഇറക്കുന്നതും. അല്ല ഇവിടെ BJP ഹാക്ക് ചെയ്തിട്ടല്ല. എന്തായാലും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.